Kerala Style Mutton Roast തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ 1 കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് മസാലകൾ പുരട്ടി നന്നായി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ഗ്രാമ്പു 3 എണ്ണം, ഏലക്ക 4, കുരുമുളക് ക്രഷ് ചെയ്യാത്ത 1 ടീസ്പൂൺ കുരുമുളക് എടുക്കുക, വലിയ ജീരകം 1 ടീസ്പൂൺ, പിന്നെ കറുവപ്പട്ട ഒരു ചെറിയ സ്റ്റിക്ക് കറുവപ്പട്ടയും. ഈ 5 ചേരുവകളും നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ മസാലയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരുമാണ് നമ്മൾ മസാലയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ ജീരകം ഇതൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി മട്ടണിലേക്ക് ചേർക്കാൻ പോവാണ്. മട്ടൺ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്കറിൽ 9 വിസിൽ വയ്ക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. 9 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. വിസിൽ വന്നതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഗ്രേവി ആക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവോള നീളത്തിൽ അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില. ഇനി ഇതിൻ്റെ ഗ്രേവി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വട്ടത്തിലുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എണ്ണ ചൂടാവുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് സവോള ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോള നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്, വഴറ്റുകയല്ല വേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ സവോള വറുത്തെടുക്കാൻ വേണ്ടി. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മട്ടൺ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. അതിനനുസരിച്ച് വേണം നമ്മളിവിടെ ഉപ്പ് വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സവോള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിരിക്കുന്ന മസാലകളുടെയൊക്കെ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി നന്നായി സ്മാഷ് ആവണം ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നതാണ്. നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ മാത്രമാണ് ഒരു 1/2 കപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നത്. ഇപ്പം ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
തക്കാളി നന്നായിട്ട് സ്മാഷ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഗ്രേവി ടൈപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ റോസ്റ്റ് ആണല്ലോ ഇത്, അപ്പോൾ അത്യാവശ്യം റോസ്റ്റഡ് ആയിട്ട് വേണം നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഗ്രേവി കണ്ടൻറ്റ് കുറച്ച് വറ്റിച്ചെടുക്കണം. ഉപ്പൊക്കെ അത്യാവശ്യത്തിനുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഹസ്ബൻഡിനും വീട്ടിലുള്ളവർക്കൊക്കെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള റോസ്റ്റാണ് ഇഷ്ടം. അധികം ഡ്രൈ ആയിട്ടുള്ളത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഡ്രൈ ആക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഡ്രൈ ആക്കാനും അല്ലാണ്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഫൈനലി നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് അതിന് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കേരള സ്റ്റൈൽ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പോഴാണ് നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത്. കൂടാതെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.